Hello Muckles, welcome back to Sala Learning. It's me Sri Bhama SB. മക്കളെ നിങ്ങളുടെ NMMS പരീക്ഷ ഇങ്ങ് അടുത്തെത്താനല്ലേ ദിവസങ്ങൾ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. അപ്പൊ നമ്മുടെ NMMS എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള നമ്മുടെ എക്സാം അല്ലെങ്കിൽ നിങ്ങൾ ഡ്രീം കാണുന്ന ഒരു എക്സാമിലോട്ട് നിങ്ങൾ എത്തണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പൊ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് മിസ് വന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിസ് വായിക്കാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം, ദ ഫസ്റ്റ് മെറ്റൽ ഡിസ്കവേർഡ് ബൈ മാൻ എന്ന് പറഞ്ഞത് ഏതാണ്? ചെമ്പാണോ, സോഡിയാണോ, പൊട്ടാഷ്യാണോ, അത് ഇവയൊന്നുമല്ലേ എന്നാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഏതാ? നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ, ചെമ്പാണ് കേട്ടോ. കോപ്പർ ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ആദ്യം വന്നവൻ ചെമ്പ്. ചെമ്പാണ് മെയിൻ, ചെമ്പാണ് ഒന്നാമെന്ന് പഠിച്ചു വെക്കുക. ചെമ്പൊന്നാമൻ എന്ന് പഠിച്ചു വെച്ചാൽ മതി. റെഡി? അപ്പൊ കോപ്പർ ആണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച മെറ്റൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം, ലിക്വിഡ് യൂസ്ഡ് ഇൻ തെർമോമീറ്റർ എന്ന് പറഞ്ഞത് ഏതാണ്? മെർക്കുറി ആണോ, സോഡിയം ആണോ, കാൽഷ്യം ആണോ, ഇവയൊന്നും അല്ലേ എന്നാണ് വന്നിട്ടുള്ളത്. എന്താണ് മക്കളെ ഈ തെർമോമീറ്റർ? അതറിയാണ്ട് നമ്മളിത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ആൻസർ വരുന്നത് ആക്ച്വലി മെർക്കുറി ആണ്. മെർക്കുറി ആണ്. അപ്പൊ എന്താണ് തെർമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും പനിയോ അസുഖമോ വരുന്ന സമയത്ത്, എന്തോ ആയിക്കൊള്ളട്ടെ, അസുഖം വന്ന് ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന സമയത്തേ നമ്മുടെ ഡോക്ടേഴ്സ് വെച്ച് നോക്കുന്ന ഒരു സാധനം ഇല്ലേ, ഇവിടെ വായിൽ വെക്കും, ഇവിടെ വെക്കും, ഒരു സാധനം വെച്ച് നോക്കും. ആദ്യം വെച്ച് ടെമ്പറേച്ചർ അളന്നതിന് ശേഷം മാത്രമേ ബാക്കി പരിപാടി ഉള്ളൂ അല്ലെ. അപ്പൊ നഴ്സുമാർ ആദ്യം എന്ത് ചെയ്യും? BP ടെസ്റ്റ് ചെയ്യും. അതിന്റെ ഒപ്പം ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ബോഡി ടെമ്പറേച്ചർ. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഈ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട്, ശരീരത്തിലുള്ള ചൂട് അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. അതിലാണ് കൂടുതലുണ്ടോ, പനിയുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാം. അപ്പൊ അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴും ഇങ്ങനെ കൂടി കുറഞ്ഞ് വരുന്ന കണ്ടിട്ടില്ലേ? അവിടെ ആക്ച്വലി യൂസ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ മെർക്കുറി ആണ് കേട്ടോ. മെർക്കുറി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ടാണ് അതിലിങ്ങനെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ലിക്വിഡ് ആയിട്ടുള്ള ആളാണ്, ദ്രാവകമായിട്ട് നിൽക്കുന്ന ആളാണ് മെർക്കുറി. അതുകൊണ്ട് അതിങ്ങനെ വലുതാവും ചെറുതാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കാം. റെഡി? അടുത്തത്: വിച്ച് മെറ്റൽ ലൂസ് ഇറ്റ്സ് മെറ്റാലിക് ലസ്റ്റർ ക്വിക്ലി വെൻ എക്സ്പോസ്ഡ് ടു എയർ? വായുവിൽ തുറന്നിരുന്നാൽ ലോഹദ്യുതി ഏറ്റവും വേഗം നഷ്ടപ്പെടുന്ന ലോഹം ഏത്? പൊട്ടാഷ്യം ആണോ, സോഡിയം ആണോ, മെഗ്നീഷ്യം ആണോ, ഗോൾഡ് ആണോ എന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? വായുവിൽ തുറന്നിരുന്ന ലോഹദ്യുതി നഷ്ടപ്പെടുക. എന്താണ് അപ്പൊ ലോഹദ്യുതി നിങ്ങൾ അറിയണം അല്ലെ. ആൻസർ വരുന്നത് പൊട്ടാഷ്യം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ എന്താണ് പൊട്ടാഷ്യം വരാനുള്ള റീസൺ? എന്താണ് ലോഹദ്യുതി എന്ന് അറിയണ്ടേ? എന്താണ് ലോഹദ്യുതി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങോട്ട് തിളങ്ങുക, തിളക്കത്തോട് തിളക്കമാണെങ്കിൽ അതാണ് ലോഹദ്യുതി അല്ലെങ്കിൽ ലസ്റ്റർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. എടാ, നമ്മളൊരു ജ്വല്ലറി കയറി കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ലേ, എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി, എന്റെ കണ്ണ് വെട്ടി തിളങ്ങിപ്പോയി എന്നെപ്പോഴാ പറയാ? അതിനകത്തുള്ള ആ ഒരു ഗോൾഡ് ഇങ്ങനെ ഷൈൻ ചെയ്യുന്നത് കാണുമ്പോൾ അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ മെറ്റൽസിന് ഷൈൻ ചെയ്യാനുള്ള കഴിവുണ്ട്, തിളങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ് ലസ്റ്റർ പ്രോപ്പർട്ടി. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. തിളക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമ ഉണ്ടല്ലോ പണ്ടത്തെ, ആരുടെയാണ്? ദിലീപിന്റെ സിനിമ സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടിൽ കല്യാണം, അല്ലെങ്കിൽ ഹോ എന്ന് പറയുന്ന പോലെ നമ്മുടെ അവന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഇങ്ങനെ നോക്കുന്നത് അല്ലെ. അതേപോലെ തിളക്കം എന്ന് ആലോചിക്കുക. ആ തിളക്ക സിനിമ മനസ്സിൽ ആലോചിക്കുക. തിളക്ക സിനിമ തിളങ്ങിയതുപോലെ തന്നെ നമ്മുടെ മെറ്റൽസും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഇതാണ് ലോഹദ്യുതി. മെറ്റാലിക് ലസ്റ്റർ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ വിച്ച് allow them to have a shiny surface. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സോഡിയത്തിന്റെ ഒരു കഷ്ണമൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സോഡിയത്തിന്റെയോ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ കഷ്ണം നമ്മൾ മുറിച്ചിങ്ങനെ പുറത്തെടുത്ത് വെച്ചു എന്ന് വിചാരിച്ചോ, കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഷൈനിങ് നഷ്ടപ്പെടില്ലേ? ഇപ്പൊ നമ്മൾ പല സാധനങ്ങളും നാശമായി പോകുന്ന കണ്ടില്ലേ ലോഹങ്ങള്. അതെന്തുകൊണ്ടാണ്? അതിന്റെ തിളക്കം നഷ്ടപ്പെടുകയാണ്, ലസ്റ്റർ പ്രോപ്പർട്ടി പോവാണ്. ഇപ്പൊ തിളക്കം സിനിമയില് നമ്മുടെ ഈ പറഞ്ഞ ദിലീപ് ഹായ് ഹായ് സാറേ സാറേ പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ അപ്പുറത്ത് ഈ പറഞ്ഞ ഏത് സിനിമയാണ്? മറ്റേ സിനിമയിലിടാം, നവ്യ നായരും ഇവരും കൂടെയുള്ള സിനിമ ഉണ്ടല്ലോ, കല്യാണരാമൻ. അതിൽ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുക, നവ്യനെ കിട്ടാനായില്ല പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുക. തിളക്കം നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ദിലീപിനെ പോലെയാണ് നമ്മുടെ ഗോൾഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെറ്റൽസ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഗോള് പോയി ഈ പറഞ്ഞ പോലെ തിളക്കം നഷ്ടപ്പെടുന്നത് എന്ത് കഷ്ടമാണ് ഗൈസ് എന്ന് ചോദിക്കുന്ന പോലെ ലോഹങ്ങൾ അന്തരീക്ഷവായുമായിട്ട് പ്രവർത്തിച്ചിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പ്രതലത്തിന്റെ തിളക്കം നഷ്ടമാകും. When metals come to contact with atmosphere, they undergo chemical reaction with the different components of air. As a result, the metal loses its luster, get tarnished. അപ്പോഴാണ് നമ്മളത് നശിച്ചു പോയി, ആ ലോഹത്തിന്റെ ഭംഗി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന സമയം എന്ന് പറയുന്നത് അപ്പോഴായിരിക്കും. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ ലോഹദ്യുതി നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ എന്താണ്? നമ്മൾ ലസ്റ്റർ ആയിരിക്കണം. നിങ്ങളെല്ലാവരും ലസ്റ്റേഴ്സ് അല്ലേ? മിസ്സിന്റെ ലസ്റ്റേഴ്സ് ആണ് നിങ്ങൾ തിളങ്ങാണ്. ഇപ്പോ NMMS കഴിഞ്ഞിട്ട് ഇതേപോലെ ലസ്റ്റർ പ്രോപ്പർട്ടിയോടെ നിങ്ങൾ തിരിച്ചു വരണം. റെഡി?
കപ്പടിച്ചിട്ട് വരണം എന്നർത്ഥം. റെഡി? അതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ ഇരിക്കുന്ന ലോഹം, ദ മെറ്റൽ വിച്ച് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്, റൂം ടെമ്പറേച്ചർ നിൽക്കുന്ന ഏതാണ്? അത് ഓൾറെഡി ഞാനൊരു ക്ലൂ മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കാം. മെർക്കുറി, സിൽവർ, ഗോൾഡ് ഇവയൊന്നും അല്ല എന്നാണ് നമുക്കറിയാം. അതിന്റെ ആൻസർ വരുന്നത് മെർക്കുറിയാണ് അല്ലെ. ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്. റെഡി? അതേപോലെ പല സാധനങ്ങളും കൈവെള്ളയിൽ വെച്ച ഉരുകി പോകുന്ന തരത്തിലുള്ള എന്തുണ്ട് മെറ്റൽസുകൾ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ സീഷ്യം, ഗാലി എന്നൊക്കെ പറയുന്ന ആളുകള് കൈയിന്റെ വള്ളയിൽ വെച്ച് ഉരുകുവിടാ, ആ മെറ്റൽ നമ്മുടെ കയ്യിൽ വെച്ച് ഉരുകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹം പറയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഭയങ്കര കട്ടിയില്ല, ഭയങ്കര സംഭവമായിട്ടുള്ള സാധനമെന്നല്ലേ. പക്ഷെ അതുപോലെ അല്ലാത്ത എക്സെപ്ഷൻ കേസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ സീഷ്യം, ഗാലിയൊക്കെ അങ്ങനെ കൈവെള്ളയിൽ വെച്ചാൽ ഉരുകതേ പറഞ്ഞ് ഉരുകി പോകുന്ന ആളുകളും ഉണ്ട്. റെഡി അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സെറ്റ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ, വാഹനങ്ങളുടെ പുകയിൽ അടങ്ങിയിരിക്കുന്ന മലിനീകാരിയായ ലോഹം, ദ പോയിസണസ് മെറ്റൽ കണ്ടെയ്ൻ ഇൻ ദ സ്മോക്ക് ഓഫ് വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലെഡ് ആണോ, അലൂമിനിയം ആണോ, കാൽഷ്യം ആണോ? അത് ഇവയൊന്നും അല്ലേ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം അത് ലെഡ് ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. അപ്പൊ നമ്മള് മെറ്റാലിക് ക്ലസ്റ്റർ പ്രോപ്പർട്ടീനെ പറ്റി പഠിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള മറ്റൊക്കെ ഒരുപാട് ലോഹത്തിന്റെ സവിശേഷതകൾ ഉണ്ട് അല്ലേ. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ അല്ല, കമന്റ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ഡക്റ്റിലിറ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏത്? ഏറ്റവും കൂടിയ ലോഹം അല്ലെങ്കിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഹൈ ഡക്റ്റിലിറ്റി കാണിക്കുന്നത്? ഏത് മെറ്റൽ ആണ് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോരോ കമന്റ് ഞാൻ വന്ന് നോക്കും. റെഡി ആണെന്ന് വിചാരിക്കുന്നു, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. ബൈ ബൈ, സീഡിയസ്, ബൈ ബൈ.